വിഴിഞ്ഞത്തിന്റെ പ്രാദേശിക ചരിത്രത്തെക്കുറിച്ചൊന്ന് പഠിച്ചാലോ? നോക്കാം. പ്രാചീന കേരള ചരിത്രത്തിൽ സുപ്രധാന സ്ഥാനമുള്ള തീരപ്രദേശമാണ് വിഴിഞ്ഞം. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ തെക്കുമാറി സ്ഥിതി ചെയ്യുന്ന പ്രദേശം കൂടിയാണ് വിഴിഞ്ഞം എന്ന് ഓർക്കുക. പ്രാചീന തമിഴകത്തെ സുപ്രധാന കേന്ദ്രങ്ങളിൽ ഒന്ന് എന്ന് സംഘകാല സാഹിത്യകൃതികളിൽ പരാമർശിക്കുന്ന പ്രദേശവും കൂടിയായിരുന്നു വിഴിഞ്ഞം. സംഘകാലം മുതൽക്കേ ചരിത്രപരവും വാണിജ്യപരവുമായ പ്രാധാന്യമുള്ള തീരപ്രദേശവുമായിരുന്നു വിഴിഞ്ഞം. CE 9 മുതൽ 10 വരെയുള്ള നൂറ്റാണ്ടുകളിൽ ദക്ഷിണേന്ത്യയിലെ ആയി രാജവംശത്തിന്റെ രാജവംശത്തിന്റെ കേന്ദ്രമായിരുന്നു എന്ന് വിഴിഞ്ഞത്തെ പറയപ്പെടുന്നു. കൂടാതെ ഇവിടെ തുറമുഖവും വ്യാപാര കേന്ദ്രങ്ങളും നിലനിന്നിരുന്നു. ലീലാതിലകത്തിന്റെ വ്യാഖ്യാനത്തിൽ ആറ്റൂർ കൃഷ്ണപിഷാരടി പാണ്ഡ്യന്മാരിൽ പരാജിതരായ ആയി കുടുംബം ആയിക്കുടി ഉപേക്ഷിച്ച് വിഴിഞ്ഞത്തേക്ക് കുടിയേറിയതായി രേഖപ്പെടുത്തുന്നു. ജൈന മുനിമാരിൽ ഒരാളായ ഉദ്യോധന സൂരി രചിച്ച കുവലയമാല, ഏതാണ് കൃതി? കുവലയമാല എന്ന കൃതിയിൽ വിഴിഞ്ഞത്തെ പരാമർശിച്ചിരിക്കുന്നതായി പറയപ്പെടുന്നു. വിഴിഞ്ഞത്തെ എങ്ങനെയായിരുന്നു പരാമർശിച്ചിരുന്നത്? വിജയപുരി എന്നാണ് പരാമർശിച്ചിരുന്നത്. കൂടാതെ പാണ്ഡ്യരാജാവായ നെടുഞ്ചേഴിയന്റെ ശാസനത്തിൽ വിഴിഞ്ഞത്തെ കോട്ടയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഘകാലഘട്ടത്തിൽ തന്നെ വിഴിഞ്ഞം ഒരു സുപ്രധാന വാണിജ്യ തുറമുഖ കേന്ദ്രമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന വിദേശ സഞ്ചാര സാഹിത്യ കൃതിയാണ് പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻസ് എന്നത്. അപ്പം അതും ഓർമ്മയിൽ വെക്കുക. കേരള സർവകലാശാല പുരാവസ്തു വകുപ്പ് നടത്തിയ ഉത്ഖനനങ്ങളിൽ കോട്ടയുടെ അവശിഷ്ടങ്ങൾ, അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ കോട്ടയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെ കോട്ടപ്പുറം എന്ന സ്ഥലനാമം വിഴിഞ്ഞത്തിന് സമീപമായിട്ട് ഉണ്ട് എന്നുള്ളതും വിഴിഞ്ഞത്തിന്റെ മറ്റൊരു പ്രാദേശിക ചരിത്രം കൂടിയാണ്. ഇവിടെ നിന്ന് ചൈനീസ് നിർമ്മിതവും റോമൻ നിർമ്മിതവുമായ പാത്രങ്ങളുടെയും മറ്റ് വസ്തുതകളുടെയും അവശിഷ്ടങ്ങളും റോമൻ നാണയങ്ങളും ലഭിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇത് പ്രാചീന കാലത്തെ വിദേശ വ്യാപാര ബന്ധത്തിന്റെ സൂചനകളായി നമുക്ക് കണക്കാക്കാവുന്നതാണ്. വിവിധ ജാതിമത വിഭാഗക്കാർക്ക് സഹവർത്തിത്വത്തോടെ കഴിഞ്ഞിരുന്ന ഇവിടെ പുരാതന ഗുഹാക്ഷേത്രവും വിവിധ മതസ്ഥരുടെ ആരാധനാലയങ്ങളും കാണാൻ കഴിയുന്നതാണ്. കൂടാതെ പ്രാചീന തുറമുഖമായിരുന്ന വിഴിഞ്ഞം ഇന്ന് ആധുനിക സൗകര്യങ്ങളുള്ള ഒരു തുറമുഖ കേന്ദ്രമായി മാറിയിരിക്കുന്നു. അപ്പം വിഴിഞ്ഞത്തിന്റെ പ്രാദേശിക ചരിത്രം ഇനി അങ്ങോട്ടുള്ള പരീക്ഷകളിൽ ചോദ്യങ്ങളായി നമ്മുടെ മുന്നിലേക്ക് വരാം. അപ്പം കൂടുതൽ വിവരങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.